നമ്മളെല്ലാ രാത്രിയും ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ നോക്കി നിൽക്കുന്ന ആ ഒരേയൊരു ഗ്രഹം ചന്ദ്രൻ. പക്ഷേ ഒരു ചോദ്യം, ഈ ചന്ദ്രൻ എവിടെ നിന്നാണ് വന്നത്? ഭൂമിയോടൊപ്പം തന്നെ പിറന്നതാണോ, അല്ലെങ്കിൽ ആകാശത്ത് എവിടെയോ നിന്ന് പിടിച്ചെടുത്തതാണോ? ഇന്നുവരെ പൂർണ്ണമായി ഉത്തരമില്ലാത്ത ഒരു കഥയാണിത്. ഇത് വെറും ചന്ദ്രന്റെ കഥയല്ല, ഭൂമിയുടെ തന്നെ മരണത്തോട് ചേർന്ന ഒരു കഥയാണ്. ഇന്ന് നാം കാണുന്ന ഭൂമി പച്ച നിറഞ്ഞത്, ജീവൻ നിറഞ്ഞത്. പക്ഷേ ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമി അങ്ങനെയല്ലായിരുന്നു. അന്ന് ഭൂമി ഒരു തീക്കുഴിയായിരുന്നു. ചൂട്, പുക, എല്ലാം ഉരുകിയ അവസ്ഥ. അന്ന് ആകാശത്ത് ഇന്ന് കാണുന്ന ചന്ദ്രനുമില്ല. പക്ഷേ അപ്പോഴാണ് ഈ കഥയിലെ ഏറ്റവും ഭീകരമായ സംഭവം നടക്കുന്നത്. ശാസ്ത്രജ്ഞർ പറയുന്നത് പോലെ ഭൂമിയോട് സമാന വലുപ്പമുള്ള ഒരു ഗ്രഹം, പേര് തിയ, അത് ഭൂമിയുടെ ദിശയിലേക്കാണ് വന്നത്. നേരിട്ട്, ഒരുപാട് വേഗത്തിൽ. ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹത്തെ തട്ടിയിടിക്കുന്നതിനെ നിങ്ങൾ ചിന്തിക്കാമോ? അതൊരു കൊലിഷൻ അല്ല, അതൊരു കോസ്മിക് ഡിസാസ്റ്റർ ആയിരുന്നു. തിയ ഭൂമിയെ തട്ടിയ നിമിഷം ഭൂമിയുടെ വലിയൊരു ഭാഗം ആകാശത്തേക്ക് പൊട്ടിത്തെറിച്ചു. തീ, ലാവ, ധൂളിക്കണങ്ങൾ, ഭൂമിയുടെ തന്നെ മാംസവും അസ്ഥിയും ആകാശത്തേക്ക് എറിയപ്പെട്ട പോലെ. അന്ന് ഭൂമി പൂർണ്ണമായി തകർന്നില്ല, പക്ഷേ മാറ്റപ്പെട്ടു പോയി. ആ പൊട്ടിത്തെറിച്ച ഭൂമിയുടെ കഷ്ണങ്ങളും തീയയുടെ അവശിഷ്ടങ്ങളും, അവയെല്ലാം ഭൂമിയെ ചുറ്റി ഒരു വലയമായി ചുറ്റിത്തുടങ്ങി. ദിവസങ്ങൾ, വർഷങ്ങൾ, ലക്ഷക്കണക്കിന് വർഷങ്ങൾ. അവ കണങ്ങൾ പരസ്പരം ചേർന്നു, ഒന്നായി. അങ്ങനെ ഒരു പുതിയ ഗ്രഹം പിറന്നു. അതാണ് ചന്ദ്രൻ. അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഉള്ളിലെ പാറകളും ഘടനയും ഭൂമിയുമായി അതീവ സാമ്യമുള്ളത്. അതുകൊണ്ടാണ് ചന്ദ്രനിൽ ഭൂമിയെപ്പോലെ വലിയ ഇരുമ്പ് കോറില്ലാത്തത്. ചന്ദ്രൻ ഭൂമിയുടെ പൂർണ്ണ സഹോദരനല്ല, അത് ഭൂമിയുടെ മുറിവിൽ നിന്നു പിറന്നതാണ്. പക്ഷെ ഇവിടെ കഥ അവസാനിക്കുമില്ല. ചന്ദ്രൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഭൂമിയിൽ ജീവൻ ഉണ്ടാകുമായിരുന്നോ? ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരുപക്ഷെ ഇല്ല എന്നാണ്. ചന്ദ്രൻ ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയുടെ ചലനം സ്ഥിരമായിരിക്കില്ലായിരുന്നു. ദിവസവും കാലാവസ്ഥയുമെല്ലാം അത്യന്തം അസ്ഥിരമായേനെ. കടൽ തിരമാലകൾ, ടൈഡുകൾ, സമുദ്രങ്ങളുടെ ശ്വാസം തന്നെ ചന്ദ്രനാണ് നിയന്ത്രിക്കുന്നത്. അവ ഇല്ലായിരുന്നെങ്കിൽ ജീവൻ വളരാൻ ഭൂമിക്ക് സമയം കിട്ടില്ലായിരുന്നു. അങ്ങനെ നോക്കിയാൽ ചന്ദ്രൻ വെറുമൊരു പ്രകാശമുള്ള ഗ്രഹമല്ല, അത് നമ്മുടെ നിലനിൽപ്പിന്റെ നിശബ്ദ കാവൽക്കാരനാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെയും ആകാശത്തുനിന്ന് ഭൂമിയെ കാത്തുനിൽക്കുന്ന ഒരു സാക്ഷി. ഇന്നും ചന്ദ്രൻ ഓരോ വർഷവും ഭൂമിയിൽ നിന്ന് അല്പം അകന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ പോവുകയാണ്. പക്ഷെ ഇതുവരെ അവൻ നമ്മളെ വിട്ടുപോയിട്ടില്ല. അടുത്ത് നിങ്ങൾ പൂർണ്ണചന്ദ്രനെ നോക്കുമ്പോൾ ഇതോർക്കുക, അത് വെറും ആകാശത്തിലെ ഒരു ഗ്രഹമല്ല, ഒരു കാലത്ത് ഭൂമി തന്നെ തകർന്നു പിറന്ന ഒരു ഓർമ്മയാണ്. നമ്മുടെ ജനനത്തിന്റെ നിശബ്ദ സാക്ഷി ചന്ദ്രൻ.